നമസ്കാരം. പ്രധാന വാർത്തകൾ. കീം റാങ്ക് പട്ടിക വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക്. പുതുക്കിയിറക്കിയ കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കും. പുതിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതോടെ പിന്നോട്ടുപോയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്നാണ് ഹർജി സമർപ്പിക്കുന്നത്. പുതിയ ഫോർമുല ഡിവിഷൻ ബെഞ്ചും തള്ളിയെങ്കിലും അപ്പീൽ പോകണ്ട എന്നായിരുന്നു സർക്കാർ തീരുമാനം. ഇതോടെയാണ് സ്വന്തം നിലയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഒരുങ്ങുന്നത്. ഇതിനിടെ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള സമയപരിധി 1 മാസം കൂടി നീട്ടിത്തരണമെന്നാവശ്യപ്പെട്ട് AICTIയെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ. നിലവിലെ സമയപരിധി ഓഗസ്റ്റ് 15 അവസാനിക്കാനിരിക്കെയാണ് നീക്കം. വീണ്ടും നിപ്പ. പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച 58-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങളോടെ 58-കാരൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് മരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു. സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്കും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എണ്ണയുമായി വന്ന ഗുഡ്സ് ട്രെയിന് തമിഴ്നാട്ടിൽ തീപിടിച്ചു. ചെന്നൈയിലേക്കുള്ള ട്രെയിനുകൾ റദ്ദാക്കി. തമിഴ്നാട്ടിൽ ഗുഡ്സ് ട്രെയിന് തീപിടിച്ചു. എണ്ണയുമായി വന്ന ഗുഡ്സ് ട്രെയിന് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് തീപിടിച്ചത്. തീ നിയന്ത്രിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ ശ്രമം തുടരുകയാണ്. ഇത് പ്രദേശത്തെ ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. തിരുവള്ളൂർ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും വിവിധ സ്ഥലങ്ങളിൽ നിർത്തിയിരിക്കുകയാണ്. ആരക്കോണത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള എല്ലാ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. വളർത്തുനായോട് ക്രൂരത. മുഖത്ത് രാസലായിനി ഒഴിച്ചു. ഗുരുതര പൊള്ളൽ. എറണാകുളം പുത്തൻകുരിശിലാണ് സംഭവം. പുത്തൻകുരിശ് മോനിപ്പള്ളി സ്വദേശി നയനയുടെ നായ്ക്കാണ് പരിക്കേറ്റത്. 4 മാസം പ്രായമുള്ള നായക്കുട്ടിയാണ് ആക്രമണത്തിന് ഇരയായത്. ആക്രമണത്തിൽ നായക്കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടുകയും ആന്തരാവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു. സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസിൽ പരാതി നൽകി. ഇന്ത്യൻ സ്പിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട നായക്കുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. കൂടിനകത്ത് കിടന്നിരുന്ന നായക്കുട്ടിയാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. നായയുടെ മുഖത്തും കൈകളിലുമാണ് പരിക്കേറ്റത്. രാസലായിനി ഉള്ളിൽ ചെന്ന് നായയുടെ കിഡ്നിക്ക് ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി കുടുംബം പറയുന്നു. യൂത്ത് കോൺഗ്രസിൽ നടപടി. കൂട്ട സസ്പെൻഷൻ. 11 മണ്ഡലം പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. വയനാട് പുനരധിവാസ ഫണ്ട് വിവാദത്തിലാണ് നടപടി. നിശ്ചയിച്ച തുക പിരിച്ചെടുക്കാത്ത നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ ദുരിതബാധിതർക്ക് 30 വീടുകൾ വെച്ച് നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതിനായി ഓരോ നിയോജക മണ്ഡലം കമ്മിറ്റിയും 2.5 ലക്ഷം രൂപ വീതം പിരിച്ചു നൽകണമെന്നാണ് പറഞ്ഞിരുന്നത്. 50,000 രൂപ പോലും പിടിച്ചെടുക്കാത്തവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസ് ഘടകങ്ങളിൽ നിന്ന് 1 കോടി രൂപ പോലും പിടിച്ചെടുക്കാൻ യൂത്ത് കോൺഗ്രസിനായില്ല. ഈ സാഹചര്യത്തിലാണ് നിശ്ചയിച്ചു നൽകിയ പണം പിരിച്ചെടുക്കാത്ത മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്നാൽ സംഘടനാപരമായി വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എന്നാണ് യൂത്ത് കോൺഗ്രസ് വിശദീകരണം.